കൂട്ടുകാരെ നമസ്കാരം, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു ദിവസമാണ് ഇന്ന്. UK നിങ്ങൾക്ക് വരാനായിട്ടുള്ള ഗേറ്റ് ഓപ്പൺ ആക്കി തന്നിരിക്കുകയാണ് UK ഗവൺമെൻറ്. ഇന്ത്യയിലെ ടൈം ഇപ്പം 2:30 അത് ഓപ്പൺ ആയ ബാലറ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും കയറി അത് ചെക്ക് ചെയ്യുക. അപ്പോൾ അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതിനുള്ള രീതി നമ്മളിവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത വീഡിയോ ഇട്ട് കാണിക്കുന്നതാണ്. സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്ന നോക്കുന്ന കാട്ടി മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. UK ഇതുപോലുള്ള എല്ലാ വിശേഷങ്ങളും നമ്മുടെ ചാനലിൽ നിങ്ങൾ അറിയിക്കുന്നതാണ്. നിങ്ങളുടെ സ്നേഹം ലൈക്കായി തരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ സെർച്ച് ചെയ്യേണ്ട കാര്യം യങ് പ്രൊഫഷണൽ സ്കീം വിസ എന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഇന്ത്യയിൽ അടിക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ സെർച്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് വരും. ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം വിസ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനൊരു സൈറ്റ് ഓപ്പൺ ആകുന്നതാണ്. ഇതാണ് UK ഗവൺമെൻറ് ഒഫീഷ്യൽ സൈറ്റ്. അപ്പോൾ ഈ സൈറ്റിൽ നേരെ പോവുക. അപ്പം നമുക്ക് കാണാൻ പറ്റും ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം വിസ എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം ബാലറ്റ് എന്ന് പറഞ്ഞ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് നേരെ താഴോട്ട് പോകുമ്പോഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് എൻ്റർ ദ ബാലറ്റ് കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് നേരെ ഒന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് അത് വീണ്ടും ഓപ്പൺ ആവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത് യു ആർ ഇൻ എ ക്യൂ. അപ്പോൾ നിങ്ങൾ ക്യൂയിലാണ്. അപ്പോൾ ഈ ഒരു ബ്ലൂ ഇത് കണ്ടോ, മറ്റേ ഓഡിയോ ലെവലൊക്കെ പോലെ ബ്ലൂ സംഭവമില്ലേ കളർ, ആ ബ്ലൂ കളർ നേരെ മൂവായി ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കാണ് നമുക്ക് ഒരു അവസരമുണ്ട്. 25 മിനിറ്റാണ് നമുക്ക് അവസരം തരുന്നത്. അതിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ നമുക്ക് ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. എല്ലാ കാര്യം ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അതിന് ശേഷമേ നിങ്ങളിത് അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കാവുള്ളൂ. അതിൻ്റെ റിക്വസ്റ്റ്. പിന്നെ വേറൊരാൾ അവസരമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. നമ്മൾ വെറുതെ ക്യൂ നിന്നിട്ട് അവസാനം എത്തുമ്പോഴത്തേക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട, ഇല്ല ചെയ്യുന്നില്ല എന്നുള്ള മൈൻഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടൈമും വേസ്റ്റ് ആവും, വേറെ ഒരാളുടെ ടൈമും നമ്മൾ വേസ്റ്റായി കളയുവാണ്. അപ്പോൾ അതിൻ്റെ റിക്വസ്റ്റാണ്, നിങ്ങൾ നന്നായിട്ട് മനസ്സിരുത്തി ആലോചിക്കുക ഇങ്ങോട്ട് വരുന്നതിനെ പറ്റി. ഒരുപാട് പേര് ഇപ്പോൾ എൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ വന്നിട്ട് ചുമ്മാ ഒരു രസത്തിൻ്റെ പേര് അങ്ങ് അപ്ലൈ ചെയ്ത് എന്തോ ഭാഗ്യത്തിന് കിട്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഇതേം കാലം നിന്നൊന്നുമില്ല, ഒരു രസത്തിൻ്റെ പേര് വന്ന് പിന്നെ അങ്ങ് തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ ഒന്നും ചെയ്യലും. ഇങ്ങോട്ട് വന്ന് നമുക്ക് നന്നായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം നമുക്കിവിടെ കിട്ടും. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കുക. എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമേ നിങ്ങൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ നോക്കാവുള്ളൂ. നമുക്ക് 20-ാം തീയതിയാണ് ഇത് ക്ലോസ് ആകുന്നത്. ഉച്ചയ്ക്ക് 2:30 ഇന്ത്യൻ ടൈം ക്ലോസ് ആകും. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഒരു കാരണവശാലും ഇത് അപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട. കാര്യം നമ്മളായിട്ട് വെറുതെ എന്തിനാണ് ഒരാളുടെ അവസരം നഷ്ടപ്പെടുത്തുന്നത്. അപ്പം നമ്മളായിട്ട് തന്നെ ചിന്തിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇത്രയും നാൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത നമ്മുടെ എല്ലാ സൗഹൃദങ്ങൾക്കും നന്ദി. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.